ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറി ലീവ്സ് കേരള. എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് ഇന്ന് നമുക്ക് നല്ലൊരു മാങ്ങാപ്പുളിശ്ശേരി ഉണ്ടാക്കാം. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് മാങ്ങാപ്പുളിശ്ശേരി. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ഞാനൊരു മീഡിയം സൈസ് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ മാങ്ങയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. തൈര് 1 കപ്പ്, അല്പം ഉപ്പ്, 1/4 കപ്പ് തേങ്ങ ചിരകിയത്, മഞ്ഞൾപ്പൊടി, മുളക്, ജീരകം, ഒരൽപ്പം ഇഞ്ചി വെളുത്തുള്ളി, ഉലുവാപ്പൊടി, പിന്നെ കറിവേപ്പില. ഇനി മാങ്ങ നമുക്ക് ചെറുതായി മുറിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ മാങ്ങയുണ്ടെങ്കിൽ അത് മുഴുവനായി ഇടുന്നതാണ് പുളിശ്ശേരിക്ക് നല്ലത്. ആദ്യം നമുക്ക് ആ മാങ്ങയൊന്ന് വേവിച്ചെടുക്കാം. അതിനായി 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്. ഇത് നമുക്ക് നടുക്കൂടെ ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തൈരൊന്ന് അടിച്ചെടുക്കാം. ഇനി വേറൊരു ജാറിൽ നമുക്ക് തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉലുവയും ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇതിപ്പോൾ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോ ചെയ്തിട്ട് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തത് കൊണ്ട് ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ചെറുതായി ഒന്ന് ആവി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒത്തിരി ചൂടായി പോകരുത്. ഇനി നമുക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പിലയും ഇടാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങാ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്.
ഓണത്തിന് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.